Dear students, in this lecture, we discuss about the optical activity of materials. Optical rotation എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ചില പ്രത്യേക തരം മെറ്റീരിയൽസിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മാറുന്ന പ്രതിഭാസത്തിനാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എബിലിറ്റി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണിക്കുന്ന മെറ്റീരിയൽസിന് നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ക്വാർട്സ്, ഷുഗർ. ക്വാർട്സ് ഒരു ക്രിസ്റ്റലാണ്, ഷുഗർ, ടാർട്ടാറിക് ആസിഡ് ഒക്കെ ലിക്വിഡ്സ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെൻസ് ഓഫ് റൊട്ടേഷൻ, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു ടു. ദാറ്റ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേഷൻ, അതുപോലെ തന്നെ ലീവോ റൊട്ടേഷൻ. അപ്പോൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നമ്മൾ വാച്ച് ചെയ്യുന്നത്, അതായത് ഡയറക്ഷൻ, ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, ലൈറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് വെൻ വി ആർ വ്യൂയിങ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലൈറ്റ് ഒരു മെറ്റീരിയൽസിലൂടെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഡയറക്ഷൻ ഓഫ് മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത്, ഇഫ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഗെറ്റ്സ് ടേൺ ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്കാണ് അതിന്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അതിന് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മാറുന്നതെങ്കിൽ അതിനെ ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറയും. അതിനെ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആ ലൈറ്റ്. ഇനി ലീവോ റൊട്ടേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഗെറ്റ് ടേൺസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണ്. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് മാറുന്നതെങ്കിൽ അതിനെ ലീവോ റൊട്ടേഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് എന്നും നമുക്ക് പറയാം. ഇനി ഈ സ്പെസിഫിക് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് ഡിഗ്രി ടു വിച്ച് ദ സബ്സ്റ്റൻസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഓർ ലീവോ റൊട്ടറി. എത്രത്തോളം അത് ഡെക്സ്ട്രോ റൊട്ടേഷൻ അല്ലെങ്കിൽ ലീവോ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു മെഷറാണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് that is related to the angle through which the plane is rotated. എത്രത്തോളം ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ആംഗിൾ അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ലൈറ്റ് പാസിംഗ് ത്രൂ ദ സാമ്പിൾ. അതായത് നമ്മളൊരു ക്രിസ്റ്റലിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇത് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പൊ എത്ര ലെങ്ത്തിൽ, എത്ര സാമ്പിൾ ലെങ്ത്തിൽ അത് ലൈറ്റ് കടന്നു പോകുന്നുണ്ട് എന്നതിനനുസരിച്ചും, അതുപോലെ തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ, സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചും ആണ് സ്പെസിഫിക് റൊട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ആംഗിൾ, അതായത് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത്, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ലൈറ്റ് പാത്ത് ത്രൂ ദ സാമ്പിൾ. ആ ലെങ്ത്തിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഈറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ഇൻറ്റു സി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയും. ഈ സ്പെസിഫിക് റൊട്ടേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആസ് വെൽ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഈ ഒരു തരത്തിൽ എഴുതാം. എസ് ലാംഡ ടി, അതൊരു ലാംഡ സബ്സ്ക്രിപ്റ്റ് ആയിട്ടും ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ബൈ എൽ സി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, സ്പെസിഫിക് റൊട്ടേഷൻ ഫോർ എ ഗിവൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റൊട്ടേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ 1 decimeter long column solution containing 1 gram of optically active material per cubic centimeter of the solution. ഇനി നമ്മൾ ലെങ്ത് ഓഫ് ദ സൊല്യൂഷൻ മെഷേർഡ് സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എസ് ലാംഡ ടി എന്ന് പറയുന്നത് 10 തീറ്റ ബൈ എൽ സി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ഇതാണ്. സുഗർ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ 0.2 gram centimeter raised to -3 contained in a tube of length 18 centimeter rotates the plane of polarization by 23.4 degree. അപ്പോൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ദ സുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷന്റെ സ്പെസിഫിക് റൊട്ടേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.2 gram per centimeter raised to -3. ലെങ്ത് തന്നിട്ടുണ്ട് 18 centimeter. തീറ്റയും തന്നിട്ടുണ്ട്. സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് 10. അപ്പോൾ ഇത് ലെങ്ത് സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. 10 തീറ്റ ബൈ എൽ സി. 10 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്, റേഡിയൻസിലല്ല.
അതോടെ കൊടുക്കുക. L 18 ആണ്, C 0.2 ആണ്. ആ സമയത്ത് ഷുഗർ സൊല്യൂഷൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ 65 ഡിഗ്രി എന്ന് കിട്ടും. Hope you understood the video. Thank you.